ഹായ്, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടാക്കിയ കരിമീൻ ഫ്രൈ നിങ്ങളെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം അത് ഉണ്ടാക്കിയെന്നും കരുതുന്നു. ഇനി ഒരു പുതിയ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാടൻ മീൻകറി. നാടൻ രീതിയിൽ എങ്ങനെ മീൻകറി തയ്യാറാക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് കായലിലെ മീനാണ്. പൂമീൻ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങളൊക്കെ എന്താണ് അതിന് പേര് പറയുന്നത് എനിക്കറിയില്ല. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. രണ്ട് മീൻ നമ്മൾ ഞുറുക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കണ്ട് തന്നെ അകത്ത് കറുത്ത സാധനമൊന്നും ഇരിക്കാൻ പാടില്ല. ഈ നടുക്ക് ചുമന്ന സാധനമൊന്നും ഇരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതൊക്കെ ഇരുന്നാൽ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറും. ഇനി ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാത്രം എടുക്കുക. 2 കഷ്ണം വടക്കംപുളി നല്ലതുപോലെ 3-4 ഇങ്ങനെ കീറണം, ചെറുതായിട്ട് കീറണം, എങ്കിലും അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങത്തുള്ളൂ. കീറിയ പുളിയാണ് ഇത്. ഇത്രയും ഇതിനകത്ത് പാത്രത്തിലോട്ട് ഇടുക. മീൻകറിക്ക് ആവശ്യമായ ഉപ്പ് ആ പുളിയിലിടുക. എന്നിട്ട് അതിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക്. ഉപ്പ് വെള്ളത്തിൽ കിടക്കുമ്പോൾ പുളി നല്ലതുപോലെ ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആവശ്യമായ മുളക് പൊടി. ഞാൻ 3 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. ഈ സ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ് കേട്ടോ, ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി. അത് വെള്ളത്തിൽ ഇത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഒന്ന് കുതിർന്ന നല്ലൊരു കുഴമ്പ് പരുവത്തിൽ ആകും. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് ഇടാം, മുളക് പൊടി കുറച്ചുകൂടെ ഇടാം. എനിക്ക് ഇച്ചിരി എരിവും പുളിയും ഉപ്പും എല്ലാം മുന്നിൽ നിൽക്കണം മീൻകറിക്ക്. 2 മീൻ നമ്മൾ എടുത്തിട്ടുള്ളൂ. മീനിൻ്റെ അളവനുസരിച്ച് നമുക്ക് മുളക് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് എങ്ങനെയാണ് മീൻകറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീൻകറി തയ്യാറാക്കുന്ന വിധം: ഗ്യാസ് കത്തിക്കുക, ചട്ടി അടപ്പിൽ വയ്ക്കുക, അതിനാവശ്യമായ എണ്ണ ഒഴിക്കുക. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണോ അത് ഉപയോഗിക്കുക. സൺഫ്ലവർ ഇഷ്ടമുള്ളവർ അത് ഉപയോഗിക്കുക, വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. എണ്ണ ഒഴിച്ചു. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഞാനൊരു 7 അല്ലി എടുത്തിട്ടുണ്ട്, അത് അതിലോട്ട് ഇടുക. 1 കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം എണ്ണയിൽ കിടന്നൊന്ന് ചൂടാകും. ഇതിൻ്റെ കൂട്ടെന്ന് പറയുന്നത് വടക്കംപുളി 2 കഷ്ണം എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് മുറിച്ച് പാത്രത്തിലിട്ടിട്ട് അതിൽ ഉപ്പിട്ടു, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പുളിരസം എല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനകത്ത് ആവശ്യമായ മുളക് പൊടി 3 ടീസ്പൂൺ ഇട്ടു, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മല്ലിപ്പൊടി ഈക്വലായിട്ട് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ 2 ദിവസം ഇരിക്കേണ്ട മീൻകറി ആണെങ്കിൽ കൂടുതൽ മല്ലിപ്പൊടി ഇടാതിരിക്കുന്നതാണ് നല്ലത്. കുറഞ്ഞിരിക്കണം മല്ലിപ്പൊടി. പിന്നെ ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ മസാലക്കൂട്ട് ഇതിലോട്ട് ഒഴിക്കണം. പല രീതിയിൽ മീൻകറി വയ്ക്കാം. നമ്മൾ 2 ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെയൊക്കെ നല്ലതുപോലെ മൂപ്പിച്ച് ഇരുന്നാൽ 2 ദിവസം ഇരിക്കും. മല്ലിപ്പൊടി അധികം കോരി ഇടരുത്, വളരെ കുറവായിരിക്കണം മല്ലിപ്പൊടി ഇടുന്നത്. അപ്പം മുളക് പൊടി സ്വല്പം കൂടെ കൂട്ടാം. മീൻ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം. നമ്മൾ കഴുകുമ്പോൾ സ്വല്പം ഉപ്പും പരലുപ്പും ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴുകാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉളുമ്പ് വാടയൊക്കെ മാറിക്കിട്ടും. മൂത്ത് വരുന്നുണ്ട്, ഒരുപാട് കരിഞ്ഞു പോകരുത്. 2 കറിവേപ്പിലയാണ് ഇട്ടിരിക്കുന്നത്. കറിവേപ്പിലയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ചാൽ ഏറ്റവും നന്ന്. അതിനെക്കുറിച്ചുള്ള വീഡിയോ പുറകാലെ വരുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വരുന്നു. നമ്മൾ ഡയറക്റ്റ് പൊടി ഇതിനകത്തോട്ട് ഇടുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കുറുകിയിരിക്കുകയും ചെയ്യും, ആ പുളിയെല്ലാം ഒന്ന് ഇറങ്ങുകയും ചെയ്യും. ഇനി ഇതിനകത്തോട്ട് ഈ കൂട്ട് ഒഴിക്കുക. അത് മൂത്ത് വന്നു. എല്ലാം അതിനകത്ത് ഒഴിച്ച് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് നോക്കണം. എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് കിടക്കണം.
ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് മേളിൽ നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ. ഗ്യാസിൽ വെക്കുമ്പം കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ അടുപ്പിൽ വെക്കുന്നതാണ് മീൻകറി നല്ലത്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഈ കറിയിലേക്ക് പറക്കിയിടുക. മീൻകറി അടച്ചു വയ്ക്കും. നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ തിളച്ച് വരുമ്പോഴും നമ്മൾ തീ കുറച്ചിട്ട് കൊടുക്കണം. അത് എണ്ണയിൽ തീയിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് ആ എണ്ണയൊക്കെ മുകളിലോട്ട് വരുന്ന ആ സമയമുണ്ടല്ലോ, അതാണ് മീൻ പരുവായതെന്ന് നമ്മൾ അറിയുന്നത്. മീൻ ചട്ടി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മളതിനെ ഇങ്ങനെ കുലുക്കി വയ്ക്കണം. ഈ സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. മുളകോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ട്, പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ സ്വല്പം കൂടെ ചേർക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം. മണം കേൾക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും എല്ലാം ഉണ്ടെന്നുള്ളത്. കുറവുണ്ടെങ്കിൽ അറിയാൻ പറ്റും. എല്ലാം ഉണ്ട്, ഒന്നും കുറവില്ല. ഒന്നുകൂടെ തിളച്ച് എണ്ണ മുകളിലോട്ട് വരട്ടെ. തീ കുറച്ചിട്ട് കൊടുക്കുക, വീണ്ടും അടയ്ക്കുക. നല്ല മണം വരുന്നുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞു വന്നു. എന്ത് രസം, ചോറുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം, കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ മീൻകറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കാണാവുന്നതാണ്. നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. നന്ദി, നമസ്കാരം.